കേരള മുസ്ലിമീങ്ങളുടെ ആധികാരികമായ സംഘടനയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. 1920കളിൽ രൂപീകരിച്ച സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഒരു നൂറ്റാണ്ടിലേക്ക് അടുക്കുകയാണ്. ധാരാളം കർമ്മോത്സുകമായ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് സമർപ്പിച്ചുകൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുന്നേറുകയാണ്. അതിൽ അസൂയ പൂണ്ട ചില ആളുകൾ സമസ്തക്കെതിരെ എന്തെങ്കിലും പുലമ്പുന്നത് സ്വാഭാവികമാണ്. സമസ്ത എന്നുള്ളത് ആധികാരികമായ സംഘടനയാണ്. ഇന്ന് അതിൻ്റെ സെക്രട്ടറി ജനറൽ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉസ്താദാണെന്നും അതിൻ്റെ പ്രസിഡന്റ് റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദാണെന്നും കേരളീയ മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. ഒരു വിമർശനത്തിന് വേണ്ടി പറയുകയില്ല. ധാരാളം പ്രാവശ്യം ഒരു വ്യക്തി ഇങ്ങനെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് കാന്തപുരം ഉസ്താദിൻ്റെ സംഘടനയല്ല എന്ന് പറയുന്നുണ്ട്. ആരാണത് പറയുന്നത്? സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ സംഘടനയാണെന്ന് ഒരു പതിറ്റാണ്ടോളം സമൂഹത്തിൽ പ്രസംഗിച്ച ഒരു വ്യക്തി ഇപ്പോൾ പ്രസംഗിക്കുകയാണ്. അത് വേറെ ഒരു ഉസ്താദ് നേതൃത്വം നൽകിയ സംഘടനയാണെന്ന് പറയുന്നുണ്ട്. അദ്ദേഹം കാന്തപുരം ഉസ്താദിൻ്റെ സമസ്തയിലെ പ്രസിഡൻ്റാകുന്ന റഈസുൽ ഉലമ സുലൈമാൻ ഉസ്താദിൻ്റെ ശിഷ്യനാണ്. അതുപോലെ മറ്റു പലരുടെയും ശിഷ്യനാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, ഇന്ന് കാന്തപുരം ഉസ്താദിൻ്റെ സമസ്തയല്ല ശരിയായ സമസ്ത എന്ന്, മറുഭാഗത്തിൻ്റെ സമസ്തയാണ് ശരിയെന്ന് പറയുന്നുണ്ട്. ആളും അഡ്രസ്സും ഇല്ലാത്ത ഒരാൾ ആലുവായി ശൈത്താനെ പോലെ തെണ്ടുന്നിടയിൽ എന്തോ വിളിച്ചു പറയുകയാണ്. അതിന് വലിയ ഉസ്താദുമാർ മറുപടി പറയണമത്രേ. ഇല്ല, അവരെ ഒന്നും മറുപടി പറയേണ്ട ഒരാവശ്യമില്ല. ധാരാളമായി സോഷ്യൽ മീഡിയകളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റേജ് കെട്ടിയൊക്കെ വിളിച്ചു പറയുമ്പോൾ ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ടല്ലോ എന്നതുകൊണ്ട് 100 കാരണങ്ങൾ കൊണ്ട് കാന്തപുരം ഉസ്താദ് ശരിയെന്ന് ഇൻഷാ അല്ലാഹ് ചെറിയ രൂപത്തിൽ ഞാൻ നിങ്ങൾക്ക് പറയാം. അത് തെളിവ് സഹിതം എനിക്ക് തെളിയിക്കാൻ കഴിയും. ഞാനിതിൽ വ്യക്തമായി തെളിവ് പറയുന്നില്ല, നമ്പർ അടിസ്ഥാനത്തിൽ ഇങ്ങനെ വായിച്ചു പോവുകയാണ്. ആർക്കെങ്കിലുമൊക്കെ തെളിവ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ തെളിവ് ലഭ്യമാക്കുകയും ചെയ്യും. 100 തെളിവാണ് പറയുന്നത്. 1, സമസ്തയുടെ ഔദ്യോഗിക പത്രം സിറാജ് ഇന്നാരുടെ കയ്യിലാണ്? AP ഉസ്താദിൻ്റെ കയ്യിൽ. 2, വിദ്യാർത്ഥി സംഘടന SSF. 3, യുവജന സംഘം SYS. 4, SSF മുഖപത്രം റിസാല. 5, SYS മുഖപത്രം സുന്നി വോയിസ്. 6, അവിഭക്ത സമസ്തയിലെ ജീവിച്ചിരിക്കുന്ന ഏക പണ്ഡിതൻ കാന്തപുരം ഉസ്താദ്. 7, ഔദ്യോഗിക പതാക, ഔദ്യോഗികമായിട്ടുള്ള ഫ്ലാഗ് നമ്മുടേതാണ്, AP വിഭാഗത്തിൻ്റെതാണ്. അത് വ്യക്തമായി നമ്മൾ കാണിച്ചിരുന്നു. 100ാം വാർഷിക പ്രഖ്യാപന സമ്മേളനം കാസർഗോഡ് ചട്ടഞ്ചാലിൽ വെച്ച് നടക്കുമ്പോൾ അതിൽ തൂക്കിയ പതാകയാണ്, അന്ന് അവിടെ ഉയർത്തിയ പതാകയാണ് ഔദ്യോഗിക പതാക എന്ന് ബോധ്യമുള്ളവർക്കൊക്കെ മനസ്സിലാകും. അതുപോലെ തന്നെ കൃത്യമായി ജനറൽ ബോഡി വിളിച്ച സംഘടന അതാണ് നമ്മുടെ AP വിഭാഗം സംഘടന. കൃത്യമായി മീറ്റിംഗ് വിളിച്ച പുനർസംഘടിപ്പിച്ച സംഘടന 9ാമത്തെ കാരണം. 10, 5000-ത്തിലധികം മതപണ്ഡിതന്മാർ ഒരുമിച്ച് കൂടി തിരൂരങ്ങാടിയിലെ ഉലമാ സമ്മേളനത്തിൽ അവരെല്ലാവരും കാന്തപുരം ഉസ്താദിനെയും കാന്തപുരം ഉസ്താദിൻ്റെ സെക്രട്ടറിയും താജുൽ ഉലമ ഉള്ളാളത്തങ്ങളെ പ്രസിഡന്റുമായി പ്രഖ്യാപിച്ചു. 11, ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്ത വിഭാഗം. 12, രേഖയിലുള്ള സമസ്ത. 13, ജില്ല താലൂക്ക് ഘടകങ്ങളിൽ 40 മുഷാവറ മെമ്പർമാരുള്ള സമസ്ത. 14, സമസ്തയുടെ ലക്ഷ്യങ്ങളിൽ നിന്ന്, സ്ഥാപിത ലക്ഷ്യങ്ങളിൽ നിന്ന് ഒരു തുള്ളി പോലും പിന്മാറാത്ത, വ്യതിചലിക്കാത്ത പ്രസ്ഥാനം. 13, പാരമ്പര്യം കൈവിടാത്ത സമസ്ത. 15, പാരമ്പര്യം കൈവിടാത്ത സമസ്ത. 16, രാഷ്ട്രീയത്തിൽ കക്ഷി ചേരാത്ത സമസ്ത.
17 എല്ലാ കാലത്തും 40 മുഷാവറ മെമ്പർമാരുള്ള സംസ്ഥ. സ്വാഭാവികമായും മുഷാവറ മെമ്പർമാരുടെ മരണം സംഭവിക്കാം. മരിച്ചു കഴിഞ്ഞാൽ, വഫാത്തായാൽ അടുത്ത മീറ്റിങ്ങിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒഴിവ് വന്നാൽ അടുത്ത ജനറൽ ബോഡിയിൽ പെട്ടെന്ന് തന്നെ ജനറൽ ബോഡി വിളിക്കുകയും ആ ജനറൽ ബോഡിയിൽ പുതിയ ആളെ കണ്ടെത്തുകയും ചെയ്യും. 19 എൻ്റെ കീഴിലുള്ളത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ല, ജുഹലയാണെന്ന് ഒരു വിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. മറുവിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മറുവിഭാഗം സമസ്തയുടെ പ്രസിഡന്റ് ഇറങ്ങിപ്പോന്നതാണ്. അത് മറ്റൊരു കാരണം. 20ാമത്തെ കാരണം, ആ വിഷയം തന്നെ പച്ചയായ മലയാളത്തിൽ ഔദ്യോഗികമായി അവരുടെ സമസ്തയുടെ പുസ്തകത്തിൽ പച്ചയായ അവരുടെ വിദ്യാർത്ഥി സംഘടന പുറത്തിറക്കുന്ന ഒരു സ്ഥാപനത്തിലെ വിദ്യാർത്ഥി സംഘടന പുറത്തിറക്കുന്ന പുസ്തകത്തിൽ പച്ചയായ മലയാളത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. 21 ഒരുപാട് പറയാനുണ്ട്. തൽക്കാലം വീഡിയോ ലെങ്ത് കൂടുന്നതിനാൽ ഇവിടെ നിർത്തുന്നു. ഇൻഷാ അല്ലാഹ് 21 മുതൽ നമുക്ക് തുടർന്ന് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.